ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു പിമ്പിൾസ് ജേണി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് എനിക്ക് എങ്ങനെ പിമ്പിൾസ് വന്നത്, അത് ഞാൻ എങ്ങനെ മാറ്റിയെടുത്തത് എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നായിട്ട് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കേട്ടോ. നമ്മൾ 9K അടിക്കാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എൻ്റെ പിമ്പിൾസിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഇപ്പോഴും ഫുള്ളായിട്ട് മാറിയിട്ടില്ല, എന്നാലും മാഷാ അല്ലാഹ് അത്യാവശ്യത്തിന് മാറിയിട്ടുണ്ട്. എനിക്ക് നല്ല പിമ്പിൾസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഫുള്ളായിട്ട് പിമ്പിൾസ് ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ഇവിടെ ഒരു രണ്ടെണ്ണം ചെറുതുണ്ട്, ഇവിടെ ഒരു വലുതുണ്ട്. അത്ര തന്നെ ഉള്ളൂ കേട്ടോ ഇപ്പം എൻ്റെ ഫേസിലുള്ളത്. മാഷാ അല്ലാഹ് അത്യാവശ്യത്തിന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പിമ്പിൾസ് തുടങ്ങിയത് എപ്പോഴാന്ന് വെച്ചാൽ എൻ്റെ എൻഗേജ്മെൻറ്റിന് ശേഷമാണ് കേട്ടോ. അതായത് എൻഗേജ്മെൻറ്റ് മേക്കപ്പ് ചെയ്തുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഞാൻ വേറെ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ആക്കിയിട്ടുണ്ടായില്ല. ഞാൻ എന്നും യൂസ് ആക്കുന്ന പ്രൊഡക്ട്സ് തന്നെയാണ് എൻഗേജ്മെൻറ്റിന് ശേഷം യൂസ് ആക്കിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ ആ മേക്കപ്പ് ഇട്ടയിലാണ് എനിക്ക് പിമ്പിൾസ് വന്നത്. അതായത് ഞാൻ ഫൗണ്ടേഷൻ ഒന്നും എൻ്റെ മുഖത്ത് യൂസ് ആക്കാത്ത ഒരാളാണ്. അപ്പോൾ അത് പെട്ടെന്ന് ഇട്ടതിൻ്റെ റിയാക്ഷൻ ആണോ എന്താണെന്ന് എനിക്ക് അറിയില്ല. എൻഗേജ്മെൻറ്റിന് ശേഷമാണ് എൻ്റെ മുഖത്ത് പിമ്പിൾസ് വരാൻ തുടങ്ങിയത്. ആദ്യം ഒന്നായി, പിന്നെ രണ്ടായി. ആദ്യമൊക്കെ ഞാൻ ശ്രദ്ധിച്ചില്ല അങ്ങനെ വരുവക്കാരെന്നൊക്കെ കരുതി. കാരണം പണ്ട് എൻ്റെ കസിൻസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വാരി തേക്കെയ്തിട്ടൊന്നും ഇപ്പം നമുക്ക് തോന്നും നമ്മളെ മുഖത്ത് ഒന്നും ഇല്ല എന്നുള്ളത്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ പോവാൻ പാടാണെന്നുള്ളത് അതെനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ നല്ലോണം മനസ്സിലായിട്ട് പോവാൻ പാടാണെന്നുള്ളത്. കാരണം ഇപ്പം എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു കൊല്ലാവാനായി. ഇപ്പോഴും എൻ്റെ പിമ്പിൾസ് ഫുള്ളായിട്ട് പോയിട്ടില്ല കേട്ടോ. എനിക്ക് അവിടെ ഇവിടെ ആയിട്ട് ഇപ്പോഴും പിമ്പിൾസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ പിമ്പിൾസിന് വലിയ ഒരു ഇതൊന്നും കൊടുത്തിട്ടുണ്ടായില്ല. അതായത് അത് വന്ന് പോവും എന്നുള്ള രീതിയിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അന്ന് ഞാൻ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത് പോൺസിൻ്റെ മോയ്സ്ചറൈസർ, അക്വലോജിക്കിൻ്റെ സൺസ്ക്രീന്, പിന്നെ പൗഡർ. അതായിരുന്നു ഞാൻ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് അക്വലോജിക്കിൻ്റെ സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സൺസ്ക്രീൻ ആയിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഇങ്ങനെ കൂടി വന്ന് ഞാൻ എന്തായാലും ഇവിടെ താഴെ എവിടെയെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോസ് കൊടുക്കട്ടെ, പിമ്പിൾസിൻ്റെ വീഡിയോസ്. ഞാൻ ഇവിടെ കൊടുത്ത വീഡിയോസിൽ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം പിമ്പിൾസിൻ്റെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ. ഇതിലേറെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഓയിൽമെൻറ്റ് തേച്ച് മാറ്റിയെടുത്തതായിരുന്നു. അത്യാവശ്യത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓരോ ദിവസം ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടേ നിൽക്കും കേട്ടോ, കുറയുന്നുണ്ടോ നോക്കാൻ. എന്തിൻ്റെ ചുണ്ടിൻ്റെ മേലടക്കം എനിക്ക് പിമ്പിൾസ് വന്നിരുന്നു കേട്ടോ. മാഷാ അല്ലാഹ് അതൊക്കെ മാറിയിട്ടുണ്ട്. അന്ന് ഇങ്ങനെ ഒരു വീഡിയോയും ഫോട്ടോസും എടുത്തുകൊണ്ട് അതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാനായി കേട്ടോ. അതായത് എൻ്റെ കസിൻ്റെ കല്യാണത്തിന് എനിക്ക് ഫേസ് മൊത്തം പിമ്പിൾസ് ആയിരുന്നു. ഇവിടെയൊക്കെ. എന്നോട് എല്ലാവരും പറഞ്ഞു എന്താന്ന് ചോദിച്ചാൽ എൻ്റെ മുഖത്ത് തീരെ പിമ്പിൾസ് ഇല്ലാത്തതല്ലേ, ഇതെന്തപ്പോൾ ഇങ്ങനെയൊക്കെ വന്നിക്കണം. അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാക്കാറ് കേട്ടോ. നോർമലി പറയണ പോലെ എല്ലാവരും പറയൽ തുടങ്ങി ഇതെന്താ എൻ്റെ മുഖത്ത് ഇങ്ങനെ പിമ്പിൾസ് വന്നു. ക്ലാസ്സിൽ പോയാൽ ക്ലാസ്സിലെ കുട്ടികൾ പറയൽ തുടങ്ങി. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പറയൽ തുടങ്ങി എന്താ ഇങ്ങനെ പിമ്പിൾസ് വന്നിട്ട്, എന്താ ഈ മുഖത്ത് തേച്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാനാണെങ്കിൽ മുഖത്ത് ഒന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ പിമ്പിൾസ് വന്ന് ആലോചിക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഡോക്ടറിനെ പോയി കണ്ടു. മറ്റേ അൽഷിബയിലെ ഡോക്ടറിനെ പോയിട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അവിടെ പോയപ്പോൾ ഡോക്ടർ എനിക്കൊരു ഷാമ്പും പിന്നെ ഒരു ഓയിൽമെൻറ്റും തന്നു. ക്ലിയർ ജെല്ല് പറഞ്ഞ ഓയിൽമെൻറ്റും തന്നു. അങ്ങനെ ഞാൻ അത് യൂസ് ആക്കാൻ തുടങ്ങി. അത് യൂസ് ആക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് അത്യാവശ്യം മാറിയിട്ടുണ്ടായിരുന്നു. അതായത് പിമ്പിൾസ് കുറേ ഉണ്ടായിരുന്നു. എന്നോട് ഡോക്ടർ പറഞ്ഞു തലയിൽ താര ഉണ്ടാവുന്നതുകൊണ്ടാണ് ചെറിയ പിമ്പിൾസ് വരുന്നത്, ടൈനി പിമ്പിൾസ് വരുന്നത്. അതായത് ഇങ്ങനെ തരി പോലുള്ള കുരുക്കൾ വരുന്നത് തലയിൽ താര ഉണ്ടായിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ തലയിൽ ഷാമ്പു തേക്കാൻ തുടങ്ങി. ഷാമ്പു തേക്കൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത് നമ്മൾ തേച്ചിട്ട് 15 മിനിറ്റ്സ് അങ്ങനെ നിൽക്കണം, എന്നിട്ടേ നമ്മൾ കഴുകി കളയാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് ഷാമ്പു തേക്കുക പറയണത് തന്നെ ഭയങ്കര ഇതായിരുന്നു. ആദ്യമൊക്കെ ഞാൻ എന്ത് ചെയ്തിരുന്നു, ഷാമ്പു തേക്കും അപ്പം തന്നെ കുളിക്കും. പിന്നെ എനിക്ക് തന്നെ മനസ്സിലേക്ക് വന്നു നമ്മൾ പിമ്പിൾസ് പോകണ്ടേ. അങ്ങനെ ഞാൻ പിന്നെ 15 മിനിറ്റ് ഒക്കെ നിന്ന് അങ്ങനെ കുളിക്കാനൊക്കെ തുടങ്ങി. അപ്പം എനിക്ക് അത്യാവശ്യം മാറിയിട്ടുണ്ടായിരുന്നു. ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി പോയി ഞാൻ പറയില്ല, അത്യാവശ്യം മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ആക്കി. അതേതാണെന്നുള്ളത് ഞാൻ ആദ്യം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എല്ലാവർക്കും നല്ല അടിപൊളി റിവ്യൂ ആണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് എന്തോ ഓപ്പോസിറ്റാണ് കിട്ടിയത്. എനിക്ക് പിന്നെയും പോയ പിമ്പിൾസൊക്കെ പിന്നെയും വരാൻ തുടങ്ങി. അതായത് ഞാൻ ആകെ 1 വീക്ക് ആയിട്ട് അത് യൂസ് ആക്കിയിട്ടുള്ളൂ കേട്ടോ. എന്നിട്ടും എനിക്ക് പോയ പിമ്പിൾസൊക്കെ പിന്നെയും വരാൻ തുടങ്ങി.
അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് അത് ഞാൻ നിർത്തിട്ടോ. അത് ഞാൻ യൂസ് ആക്കൽ നിർത്തി. പക്ഷേ എൻ്റെ പിമ്പിൾസ് പിന്നെ പോണില്ല. അതിങ്ങനെ വന്നുകൊണ്ടേ നിൽക്കുക, പോണേ ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഡോക്ടറിനെ പോയി കാണിച്ചപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, പിന്നെ ഒരു ഓയിൽമെൻറ്റും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് എന്താ ഇതും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെ കഴിക്കരുത്, എന്തൊക്കെ കഴിക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ സ്കിന്ന് ഡ്രൈ സ്കിന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ തന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഈ യൂസ് ചെയ്യണമൊക്കെ നിർത്താൻ പറഞ്ഞു. അതായത് ക്ലിയർ ജെല്ല് യൂസ് ചെയ്യണത് നിർത്താൻ പറഞ്ഞു, ആ ഷാമ്പു തേക്കണത് നിർത്താൻ പറഞ്ഞു. പിന്നെ ഞാൻ സൺസ്ക്രീൻ അക്വലോജിക്കിൻ്റെ യൂസ് ചെയ്തിരുന്നത്, ഫേസ് വാഷ് ഞാൻ ഡോട്ട് ആൻഡ് കീൻ്റെ യൂസ് ആക്കുന്നത്, പിന്നെ മോയ്സ്ചറൈസർ ഞാൻ നിവ്യയാണ് ആ സമയത്ത് യൂസ് ആക്കുന്നത്. അപ്പോൾ ഈ 3-4 സാധനങ്ങളൊക്കെ നിർത്താൻ പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ എനിക്ക് കുറച്ച് സാധനങ്ങൾ തന്നു, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഈ സാധനങ്ങളൊക്കെയാണ് എനിക്ക് ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഡോക്ടറിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഞാൻ ആദ്യം കാണിച്ച ഡോക്ടറിനെ അല്ല കാണിച്ചിട്ടുണ്ടായിരുന്നത്, വേറെ ഡോക്ടറിനെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഇത് മാത്രമല്ല എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്, ഉള്ളിലേക്ക് 2 ഗുളികയും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഉള്ളിലേക്ക് നമ്മൾ ഗുളിക കുടിച്ചാലേ നമ്മളെ ഇത് കുരു പൂർണ്ണമായിട്ട് മാറുള്ളൂ എന്ന് എനിക്ക് അവിടെ ചെന്നിട്ടാണ് മനസ്സിലായത്. അല്ലാതെ നമ്മൾ പുറത്ത് മാത്രം ഓരോന്നും തേച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എന്നോട് എന്തൊക്കെ കഴിക്കണ്ട പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നോട് പറഞ്ഞു എന്താ തൈര്, മുട്ട, പാല്, മയോണൈസ്, നെയ്യ്, ചോക്ലേറ്റ്, ഐസ്ക്രീം, പിന്നെന്താ ബട്ടർ, അങ്ങനെ ഒരുപാട് സാധനം കഴിക്കണ്ട പറഞ്ഞു കേട്ടോ. മെയിനായിട്ട് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ചിക്കന്, അതേപോലെ മീൻ, ഇത് നന്നായിട്ട് കഴിക്കാൻ പറഞ്ഞു. ബാക്കിയുള്ളതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു. എന്നാലേ നമ്മൾ കുരു പോവുള്ളൂ എന്ന് പറഞ്ഞു. അല്ലാതെ നമ്മൾ പുറത്തിങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നും പറഞ്ഞു. അപ്പോൾ എനിക്ക് ഫേസ് വാഷ് തന്നിട്ടുണ്ടായിരുന്നത് ഇതാ ഈ ഒരു ഫേസ് വാഷാണ് കേട്ടോ. നിങ്ങൾ ഇതൊക്കെ യൂസ് ആക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഡോക്ടറെ പോയി കാണണം കേട്ടോ. ഡോക്ടർ എന്താ തരുന്നത് അത് യൂസ് ആക്കുക. ഞാൻ എനിക്ക് എന്തൊക്കെ തന്നെന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് ചെയ്യുന്നു. ഈ ഒരു ഫേസ് വാഷാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഫേസ് വാഷിൻ്റെ പേര് ഐഗ്ലോ ഫേസ് വാഷ് എന്നാണ് കേട്ടോ. ഇതിനോട് തേക്കാൻ പറഞ്ഞിരുന്നത് മുഖം കഴുകി രാവിലെ രാത്രി ഇതായിട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞു. ഇത് എനിക്ക് ഇനി ഒരു ഇത്രയൊക്കെ ബാക്കിയുണ്ട് കേട്ടോ യൂസ് ആക്കാൻ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 399 രൂപയാണ്. അങ്ങനെ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം എന്നോട് ഈ ഒരു മോയ്സ്ചറൈസറും അതേപോലെ ഈ ഒരു ഓയിൽമെൻറ്റും വെച്ചിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് മിക്സ് ആക്കിയിട്ട് ഈക്വലായിട്ട് അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എങ്ങനെ വെച്ചാൽ ഈ ഒരു ഓയിൽമെൻറ്റ് നമ്മൾ ഒരു പീ സൈസ് എടുക്കുക, അത്ര തന്നെ മോയ്സ്ചറൈസർ എടുക്കുക, ഈക്വൽ അമൗണ്ടിൽ എടുക്കുക, എന്നിട്ട് അത് മിക്സ് ആക്കിയിട്ട് ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുക. അങ്ങനെയൊന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഓയിൽമെൻറ്റ് വരുന്നത്. ഫോർ എക്സ്റ്റേണൽ യൂസ് ഓൺലി എന്ന് എല്ലാത്തിനും എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മോയ്സ്ചറൈസർ വരുന്നത് ഇതാ എപ്പിഡ്ര എന്ന് പറയുന്ന ഒരു ഫേസ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് എന്നോട് തേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് സൺസ്ക്രീൻ. അതായത് ഞാൻ മുൻപ് കാണിച്ച ഡോക്ടർ പറഞ്ഞില്ല, ആ ഡോക്ടറിനോട് പറഞ്ഞിരുന്നു എന്താ ഈ ക്ലിയർ ജെല്ലും ആ ഷാമ്പു അല്ലാതെ വേറെ ഒന്നും യൂസ് ആക്കണ്ട, ഫേസിൽ സൺസ്ക്രീൻ ഒന്നും യൂസ് ആക്കരുത് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒന്നും യൂസ് ആക്കാതെ പോയിന്ന് കോളേജിലേക്കൊക്കെ. അപ്പോൾ ഞാൻ നല്ലോണം ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേസൊക്കെ. അപ്പോൾ ഈ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു എന്തൊക്കെ വന്നാലും സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യരുത് എന്നുള്ളത്. അങ്ങനെയാണ് എനിക്ക് ഈ ഡോക്ടർ ഈ ഒരു സൺസ്ക്രീന് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഫോട്ടോ ക്രോസ് എന്ന് പറഞ്ഞൊരു സൺസ്ക്രീനാണിത്. SPF 15 ആണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഇതും കഴിഞ്ഞിട്ടില്ല കേട്ടോ, അത്യാവശ്യം ഉണ്ട്. ഞാൻ ഇപ്പോൾ കാണിച്ചിട്ട് ഒരു 2 മാസം ആവാനായി. എന്നോട് എന്താ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞതായിരുന്നു, പക്ഷേ ഞാൻ പിന്നെ പോയിട്ടില്ല കേട്ടോ കാണിക്കാൻ. എനിക്ക് പിന്നെ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന പ്രൊഡക്ട്സ്. ഇപ്പോൾ എന്താ ഞാൻ എൻ്റെ ഫേസിൽ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ നേരം പോലെ ഫേസ് വാഷും കൂടി ചെയ്യലില്ല. അതായത് ഫേസ് വാഷ് ഇട്ടിട്ട് ഫേസ് വാഷും കൂടി ചെയ്യലില്ല. എന്താ വെച്ചാൽ പിന്നെ പിമ്പിൾസ് അത്യാവശ്യം പോയല്ലോ. ഇനിയിപ്പോൾ ഞാൻ വെറുതെ ഓരോന്ന് തേച്ചിട്ട് പണി ഉണ്ടാക്കണ്ട കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഒന്നും ചെയ്യാത്തത്. ഇപ്പോൾ ഞാൻ മോർണിംഗ് ആണെങ്കിൽ വെറുതെ വാഷ് ചെയ്യും.
പിന്നെ എന്താ വീട്ടിൽ കൂടി വെറുതെ നടക്കുകയാണല്ലോ, കോളേജൊന്നും ഇല്ലല്ലോ. അഥവാ പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഫേസ് ഡോക്ടർ എന്ന ഫേസ് വാഷ് ആയിട്ട് വാഷ് ചെയ്തിട്ട് ആ 2 ക്രീമും കൂടെ മിക്സ് ആക്കിയിട്ട് തേക്കും. എന്നിട്ട് ഇതിൻ്റെ സൺസ്ക്രീനും തേച്ചിട്ടാണ് ഞാൻ പുറത്ത് പോകാറുള്ളത്. അതേപോലെ തന്നെ നൈറ്റ് ആണെങ്കിൽ ഞാൻ ഇപ്പോൾ ഒന്നും തേക്കണില്ല കേട്ടോ. എന്നോട് നൈറ്റും ഈ ക്രീം തേക്കാൻ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പം എനിക്ക് കുരു അത്രയ്ക്ക് ഇല്ലല്ലോ, അതുകൊണ്ട് ഞാനിപ്പോൾ അത് തേക്കലില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്. ഇനി ഇതിൻ്റെ റൊട്ടീൻ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഞാനത് എന്തായാലും ഇടണ്ട് കേട്ടോ, വീഡിയോ ആയിട്ടുള്ളത്. പിന്നെ എൻ്റെ ഫസ്റ്റത്തെ ഡോക്ടർ തന്നിട്ടുള്ള ക്രീം ക്ലിയർ ജെല്ലാണെങ്കിലും അടിപൊളി ക്രീമാണ് കേട്ടോ. അത് ഞാനൊരു 4 or 5 ട്യൂബ് ഞാൻ യൂസ് ആക്കിയിട്ടുണ്ട്. ഞാൻ കുരു വരുമ്പോൾക്ക് അത് യൂസ് ആക്കലേന്ന് പണി. നല്ല അത്യാവശ്യം പോണൊരു ജെല്ലാണത്. എല്ലാവർക്കും കൂടുതൽ പേർക്കും ഡോക്ടർമാർ അത് സജസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് എന്തോ എല്ലാവരും ഈ ഒരു ഡോക്ടറിൻ്റെ റിവ്യൂ പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയി കാണിക്കാൻ പൂതിയായിട്ടാണ് ഞാൻ അവിടെ പോയി കാണിച്ചത് കേട്ടോ. അതുകൊണ്ട് തന്നെ മാഷാ അല്ലാ കാണിച്ചിട്ട് ഒരു മാസം ആവണതിന് മുമ്പ് തന്നെ അത്യാവശ്യം പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും എൻ്റെ ഫസ്റ്റത്തെ പിമ്പിൾസിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. എനിക്ക് നല്ല സങ്കടമൊക്കെ ആവുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ കുരു വേദന അടക്കമുള്ള കുരുവായിട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ചെറിയ ചെറിയ കുരുവാണെങ്കിൽ കുഴപ്പമുണ്ടായില്ല. ഇത് അത്യാവശ്യം വലിയ വലിയ കുരുക്കളൊക്കെയാണ് എൻ്റെ ഫേസിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വെറുതെ എനിക്കെന്നെ കാണാൻ വേണ്ടി ഇങ്ങനെ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് എന്തായാലും ഞാൻ ഇപ്പം എനിക്ക് ഉപകാരപ്പെട്ടു. അപ്പോൾ ഞാൻ എന്തായാലും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ മറ്റേ ക്ലിയർ ജെല്ലിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ എന്തായാലും വരുന്നുണ്ട് കേട്ടോ. അതും അത്യാവശ്യം അടിപൊളി പ്രൊഡക്റ്റ് ആണ്. പിന്നെ എൻ്റെ ഷാമ്പു ഏതാണെന്നുള്ളതും ഞാൻ കാണിച്ചു തരേണ്ട ആ വീഡിയോയിൽ. ആ ഷാമ്പൂവിൻ്റെ പേര് ഇപ്പം എനിക്ക് ഓർമ്മയില്ല, അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ബോട്ടിൽ. അപ്പോൾ ഞാൻ എന്തായാലും ആ ബോട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഈ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ആദ്യം ഡോക്ടറിനെ പോയി കാണിക്കുക, എന്നിട്ട് വാങ്ങട്ടെ. അല്ലാതെ എന്താ ഡോക്ടറിൻ്റെ ഒരു സജഷൻ ഇല്ലാതെ വാങ്ങി തേക്കാൻ നിൽക്കരുത്. പിന്നെ ഇനി ഞാൻ വേറെയുള്ള സൺസ്ക്രീനിക്കൊക്കെ മാറുമോ ചോദിച്ചാൽ മേ ബി മാറാൻ ചാൻസ് ഇല്ല. കാരണം എനിക്ക് ഈ ഡോക്ടറിൻ്റെ പ്രൊഡക്ട്സ് തന്നെ നല്ല അത്യാവശ്യം ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാമെന്ന് കരുതിയിട്ടാണ്. വേറെ ഒന്നും ഞാൻ ഫേസിൽ ഇടലുമില്ല. ഞാൻ വല്ല കല്യാണമൊക്കെ ഉണ്ടെങ്കിലും ഈ സാധനങ്ങൾ തന്നെ ഇട്ടിട്ട് പിന്നെ എന്താ ഇത്തിരി പൗഡർ ഇടും, അല്ലാതെ ഞാൻ ഒന്നും ഇടലില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.